ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമില്ലേ? നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ തമ്മിലിന് വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക്. ആദ്യം തന്നെ ഞാൻ പറയുന്നത്, ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, പക്ഷേ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ട് എന്നുള്ളവരോടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ബെല്ലൈക്കണം അമർത്തി സഹായിക്കണം. ഇത്രയും പാഷൻ ഫ്രൂട്ട് ഒരേ തോട്ടത്തിൽ ഒരുമിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വീട്ടിൽ തന്നെ വളർത്തി ഈ വള്ളിയിൽ 100 കണക്കിന് പാഷൻ ഫ്രൂട്ടുകളാണ്. അവസാനം വരെ കണ്ടാൽ നല്ല വിളവ് കിട്ടാനുള്ള ചില ടിപ്സുകൾ പറയാം. വിശ്വസിക്കാൻ പറ്റില്ല, വീട്ടിൽ ഈ ഒറ്റ തോട്ടത്തിൽ ഇത്രയും പാഷൻ ഫ്രൂട്ട് എങ്ങനെയാണ് ഇത്രയും വിളവ് കിട്ടിയത്? വരൂ, മുഴുവൻ കാണാം. ആദ്യം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാഷൻ ഫ്രൂട്ടിൻ്റെ ടിപ്സുകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരാമെന്ന്. ആദ്യം കുറച്ച് പാഷൻ ഫ്രൂട്ട്സ് ഞാൻ മുകളിൽ നിന്ന് തോട്ടയ്ക്ക് പറിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ് താഴോട്ട്. എത്താത്തതുകൊണ്ട് നമ്മൾ തോട്ടയ്ക്കാണ് പറിച്ചത്. ബാക്കിയൊക്കെ വാപ്പായും ഉമ്മായും കൂടെ പിച്ചുന്നുണ്ട്. ഒരു വള്ളി പക്ഷേ 100 കണക്കിന് പാഷൻ ഫ്രൂട്ട്. ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഉണ്ടെങ്കിൽ കമൻ്റായി പറയൂ. ഇനി ഈ തോട്ടം ഒന്ന് ചുറ്റി നോക്കാം. ഓരോ വീഡിയോസ് ഇടുമ്പോഴും അതിൻ്റെ ഓരോ കാര്യങ്ങളും അതിൻ്റെ ഓരോ ടിപ്സുകളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം ഉപകാരപ്രദമാകുന്ന, വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരുപാട് ടിപ്സുകളുണ്ട്. ഈ പാഷൻ ഫ്രൂട്ട് ഇത്രയും നല്ല രീതിയിൽ വളരാനുള്ള കാരണം അതെങ്ങനെയാണെന്നാണ്. ആദ്യം അതിനെ നല്ല രീതിയിൽ പരിചരിക്കണം. രാവിലെയും വൈകിട്ടും നല്ല ഒരു ഉണങ്ങി നിൽക്കുന്ന ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് അതിന് വെള്ളം കൊടുക്കുക. പിന്നെന്ന് വെച്ചാൽ പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളികൾ തുമ്പ് വെച്ചിട്ട് വെട്ടിയിട്ട് വിടുക. അപ്പോൾ കൂടുതൽ പടർന്ന് പന്തലിക്കാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇതുപോലെ വലിയ പാഷൻ ഫ്രൂട്ടുകൾ കിട്ടും. ഈ പാഷൻ ഫ്രൂട്ടുകൾ കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. സ്ക്വാഷസ് ഉണ്ടാക്കാം, ജ്യൂസുകൾ അടിക്കാം. നമ്മുടെ അയ്യത്തേനെ പിടിച്ച് മറ്റുള്ളവർക്ക് ജ്യൂസ് അടിച്ചു കൊടുക്കും. ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ നമുക്ക് ജ്യൂസ് അടിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തില്ല. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഒരു ചാമ്പത്തയ്യാണ്. അതിനകത്ത് ഫുള്ള് പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളികളാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ, അസ്സലാമു അലൈക്കും.